ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തമായ രുചിയൂറും ഉള്ളിവടയും ഇഞ്ചിച്ചായയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ ഉള്ളി ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉള്ളി ചെറുതായി കനം കുറഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ നേരിയതായി കട്ട് ചെയ്താൽ അത്രക്കും നല്ലത്. ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, 3 പച്ചമുളക് എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കൈകൊണ്ട് അമർത്തി കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. ഉള്ളിയുടെ വെള്ളമൊക്കെ ഇത് താഴ്ന്നു വരാൻ സഹായിക്കും. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളിയുടെ വെള്ളം തന്നെ ഈ മാവ് തയ്യാറാക്കാൻ മതിയാവും. ഇത് നമ്മൾ ഒരു ഉരുള പോലെ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബോളുകളായിട്ടാണ് വട തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് പരത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വടയുടെ ആകൃതി തീരുമാനിക്കാം. ഇനി ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ വട ഇട്ട് കൊടുക്കുന്നതോടെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി വെക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ വടയുടെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. നമുക്ക് ഓരോന്നായി ബോളുകളായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലവണ്ണം നല്ല ക്രിസ്പി ആയിട്ട് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെയൊക്കെ കയ്യിൽ ഉള്ളിയും മറ്റുള്ള സാധനങ്ങളും എപ്പോഴും കാണുന്നതുമായിരിക്കും. നമുക്ക് വട തിരിച്ചും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചായ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 200 ml ഗ്ലാസിൻ്റെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. 1 കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, 1 ഏലക്കായ, 2 സ്പൂൺ ചായപ്പൊടി, 1 ഗ്ലാസ് പാല്. 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാല്. എല്ലാം ഈ 2 സ്പൂൺ എന്ന അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചായയാണ് ഇഞ്ചി ചായ. ഇതിലേക്ക് സാഫ്രൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചായക്കൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാഫ്രൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് റെഡിയായ ചായ ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ചായ ഇവിടെ കുടിക്കാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉള്ളിവടയും ചായയും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കമൻസുകൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.